നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളത്തിനുള്ള അരിവിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി. കോട്ടയം FCIയിലേക്ക് AIYFന്റെ പ്രതിഷേധ മാർച്ച്. ചിറക്കടവ് പഞ്ചായത്തിന്റെ കാതൽ പ്രാതൽ 3-ാം വർഷം. കുഞ്ഞുങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണത്തിന് തുടക്കം. പോഷകാഹാര പദ്ധതി തുടങ്ങിയത് തെക്കേത്തുകവല ഗവൺമെന്റ് സ്കൂളിൽ. ഭരണങ്ങാനം ഒരുങ്ങി. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഈ മാസം 19-ന് കൊടിയേറും. ആയിരങ്ങൾ ഇനി ഭരണങ്ങാനത്തേക്ക്. മേരടം പഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതി. വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ പ്രസിഡന്റിന്റെ പേരിലും പണം തട്ടിയെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിനുള്ള അരിവിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് AIYF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം FCIയിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനുള്ള അരിവിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി AIYF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ FCIയിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 1965 കേന്ദ്ര സർക്കാർ നിയമപരമായി കേരള സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് ഉത്തരവിലൂടെ നടപ്പിലാക്കിയ അവകാശമാണ് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതെന്നും രാഷ്ട്രീയ വൈരബുദ്ധിയോടെയുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേരളം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നിറം മാറുമ്പോൾ, ഭരണകൂടത്തിന്റെ സ്വഭാവം മാറുമ്പോൾ കേരളത്തോട് പലപ്പോഴും കേന്ദ്ര ഭരണാധികാരികൾ നിഷേധത്തിന്റെയും അവഗണനയുടെയും മാർഗം സ്വീകരിക്കാറുണ്ട്. ഇവിടെ ഭക്ഷ്യധാന്യ വിതരണ രംഗത്ത് പഴയ കോൺഗ്രസ് ഗവൺമെന്റ് ചില സന്ദർഭങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇവിടെ മോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ആ നയം അവർ സ്വീകരിക്കുകയാണ്. അന്നം മുട്ടിക്കുന്ന BJPയെ കേരളം തുടച്ചു നീക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ, AIYF സംസ്ഥാന കൌൺസിൽ അംഗം അജിത് വാഴൂർ, ജില്ലാ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ്, CPI കോട്ടയം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എബി കുന്നേപ്പറമ്പിൽ, AISF ജില്ലാ പ്രസിഡന്റ് ജിജോ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CPI ചിങ്ങവനം ലോക്കൽ സെക്രട്ടറി രാജീവ് എബ്രഹാം, സന്തോഷ് കൃഷ്ണൻ, ഹരിമോൻ, R രതീഷ്, സച്ചിൻ സദാശിവൻ, ശ്രീജിത്ത് TR, ഫസൽ മാടത്താനി, മാത്യൂസ് ദേവസ്യ, ഷാജോ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കാതൽ പ്രാതൽ പദ്ധതിക്ക് തുടക്കമായി. തെക്കേത്തുകവല ഗവൺമെന്റ് LP സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ നിർവഹിച്ചു. പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്ന കാതൽ പ്രാതൽ പദ്ധതിക്ക് ചിറക്കടവിൽ തുടക്കമായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തെക്കേത്തുകവല ഗവൺമെന്റ് LP സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ നിർവഹിച്ചു. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ സമൂഹത്തിന്റെ ഭാവിയാണെന്നും പോഷകമൂല്യമുള്ള ഭക്ഷണം നൽകുന്നതിലൂടെ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നും അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. ഞങ്ങൾ ഈ പദ്ധതി ഇടുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യം നമുക്കറിയാം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ, നാളെയുടെ ഭാവിയാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുക. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും ബൗദ്ധിക വികസനവും ഉള്ളവരായി മാറണമെങ്കിൽ അവർക്ക് ശാരീരികമായ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ശാരീരികമായ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ പോഷകാഹാരം കൃത്യമായിട്ടും കഴിക്കണം. പ്രാതലാണ് കാതൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രഭാത ഭക്ഷണത്തിനകത്ത് കൃത്യമായി പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവണം. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് പ്രീത MT അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ സ്നേഹോപഹാരം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് ആൻഡ്രൂസ്, ഹെഡ്മാസ്റ്റർ ഷാജി VM തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കടവ് പഞ്ചായത്തിൽ 5 സ്കൂളുകളിലാണ് കാതൽ പ്രാതൽ പദ്ധതി നടപ്പാക്കുന്നത്. ഗവൺമെന്റ് NSLP സ്കൂൾ ചിറക്കടവ്, ഗവൺമെന്റ് LPS ചിറക്കടവ്, ഗവൺമെന്റ് HSLPS കാഞ്ഞിരപ്പള്ളി, ഗവൺമെന്റ് LPS ചെറുവള്ളി, DVG LPS ചെറുവള്ളി എന്നീ സ്കൂളുകളിലാണ് കാതൽ പ്രാതൽ പദ്ധതി നടപ്പാക്കുന്നത്. തിങ്കളാഴ്ച ഇഡലി സാമ്പാർ, ചൊവ്വാഴ്ച പുട്ട് പയർ അല്ലെങ്കിൽ അപ്പം കടലക്കറി, ബുധനാഴ്ച ദോശ ചമ്മന്തി, വെള്ളിയാഴ്ച ചപ്പാത്തി മുട്ടക്കറി എന്നിങ്ങനെ നീളുന്നു വിഭവങ്ങൾ. കൂട്ടുകാർക്കൊപ്പമിരുന്ന് ആഹ്ലാദത്തോടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഏവരുടെയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഈ മാസം 19-ന് തുടക്കമാകും. പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റും. 28-നാണ് പ്രധാന തിരുനാൾ.
ഭരണങ്ങാനം സെന്റ് അൽഫോൺസ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് 19-ന് രാവിലെ 11:15 പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റും. പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കലും പങ്കെടുക്കും. 19 മുതൽ പ്രധാന തിരുനാൾ ദിനമായ 28 വരെ എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ രാത്രി 7 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ ഉണ്ടാകും. തിരുനാൾ ദിനങ്ങളിൽ വിവിധ രൂപതകളിലെ അധ്യക്ഷന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. കൂടാതെ തിരുനാൾ ദിനങ്ങളിൽ 140-ലധികം വൈദികർ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ്. 28-ന് പ്രധാന തിരുനാൾ ദിവസം ഫൊറോന ദേവാലയത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. മാർ ജോസഫ് ശ്രാമ്പിക്കൽ സഹകാർമ്മികനായിരിക്കും. തുടർന്ന് 12:30-ന് പ്രധാന ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ച് അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തി സംയുക്തമായി നഗരവീഥിയിലൂടെ നീങ്ങി വീണ്ടും ഇടവക ദേവാലയത്തിൽ എത്തും. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷമായതിനാൽ തിരുനാളിന്റെ 10 ദിവസങ്ങളിലും കബറയുടെ ദേവാലയം 24 മണിക്കൂറും തുറന്നിട്ടിരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മീനടം ഗ്രാമപഞ്ചായത്തിലെ നാടൻ പന്തുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി കേസിൽ പ്രതിഷേധവുമായി കൂടുതൽ പേർ രംഗത്ത്. കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. മീനടം ഗ്രാമപഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതിയിൽ കൂടുതൽ പേർ പ്രതിഷേധവുമായി രംഗത്ത്. കൃത്യമായ വിജിലൻസ് അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കഴിയണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 2012 മുതൽ കോട്ടയം ജില്ലയിൽ നാടൻ പന്തുകളി നടന്നുവരുന്നു. നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ വ്യാജ രസീതുണ്ടാക്കി UDF നേതൃത്വത്തിലുള്ള മീനടം പഞ്ചായത്ത് ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയതായി നേറ്റീവ് ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് സന്ദീപ് പറയുന്നു. നാടൻ പന്തുകളിക്ക് 1500 രൂപ മാത്രം രജിസ്ട്രേഷൻ ഫീസ് ഉള്ള സ്ഥാനത്ത് 5000 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്ന് കാട്ടി വ്യാജ രസീത് ഉണ്ടാക്കിയതായും സന്ദീപ് കുറ്റപ്പെടുത്തി. കൂടാതെ തന്റെ കള്ള ഒപ്പിട്ട് പണം തട്ടിച്ചതായും സന്ദീപ് ആരോപിക്കുന്നു. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ വ്യാജ രസീത് ഉണ്ടാക്കി ഈ ഫണ്ടുകൾ മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അടിച്ചു മാറ്റിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള 2017, 18, 19 കാലഘട്ടത്തിലൊക്കെ ഞാൻ സെക്രട്ടറിയായി സ്ഥാനം വഹിച്ചിരുന്നു. ആ സമയത്തുൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കള്ള ഒപ്പിട്ട് നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ വ്യാജ രസീത് ഉണ്ടാക്കി അതിൽ കള്ള ഒപ്പിട്ട് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തെളിവ് സഹിതം വിവരാവകാശം വെച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ മറ്റ് പല ഭാരവാഹികളുടെയും വ്യാജ ഒപ്പിട്ട് ഒരുപാട് പണം കൈപ്പറ്റിയതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു ഉദാഹരണം, നേറ്റീവ് ബോൾ ഫെഡറേഷനിൽ ഒരു വർഷം ഒരു ടീം രജിസ്റ്റർ ചെയ്യാൻ ഏതാണ്ട് 1000 രൂപ, 1200 രൂപയിൽ കൂടുതലാവാറില്ല. പക്ഷേ ടീം രജിസ്ട്രേഷൻ 5000 രൂപ, ടീമിന് പരിശീലനം കൊടുത്തതിന് 18000 രൂപ, അങ്ങനെ നിരവധിയായ വലിയ വെട്ടിപ്പാണ് ഈ ഇനത്തിൽ നടന്നിരിക്കുന്നത്. അതേസമയം ഭരണസമിതിക്കെതിരെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് DYFI. UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന് കൃത്യമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കുമെന്നും DYFI മീനടം മേഖലാ സെക്രട്ടറി അനൂപ് KS പറഞ്ഞു. ഈ പന്തുകളിയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ DYFI എന്ന നിലയ്ക്ക് DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിജിലൻസ് പഞ്ചായത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും DYFI ഇതുമായി സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു നാടിനെ ഒറ്റുകൊടുക്കുന്ന രീതിക്ക് ഒരു നാടിൻ്റെ വികാരമായ നാടൻ പന്തുകളി വെച്ചാണ് അവർ നിലവിൽ അഴിമതി നടത്തിയിരിക്കുന്നത്. ഇല്ലാത്ത കോച്ചിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ മീനടം ഗ്രാമപഞ്ചായത്തിൽ ഈ അഴിമതി അരങ്ങേറിയിരിക്കുന്നത്. DYFI എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ സമരവുമായി മുമ്പോട്ട് പോയി. ഇനി വരും കാലങ്ങളിലും അതേപോലെ തന്നെ ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട് കേസ് ആ വഴിക്ക് നടക്കും. പക്ഷേ DYFI എന്ന നിലയ്ക്ക് ശക്തമായ പ്രതിഷേധമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് DYFI മീനടം മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. മീനടം പഞ്ചായത്തിൽ നാടൻ പന്തുകളി പ്രോത്സാഹനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2011 മുതൽ 2022 വരെ അനുവദിച്ച 3,80,000 രൂപ പരിശീലനത്തിനായി നൽകാതെ മുൻ കളിക്കാരുടെ പേരിലും നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ പേരിലും വ്യാജ രസീതും വൗച്ചറും നിർമ്മിച്ച് പഞ്ചായത്ത് ഭരണസമിതി തട്ടിയെടുക്കുകയായിരുന്നു. അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജവഹർ നവോദയ വിദ്യാലയം മുറ്റം മഹാത്മാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്കൂളിലെ ചിത്രകല അധ്യാപകൻ രാജേഷ് കുമാറിന്റെ കരവിരുതാണ് ഇതിന് പിന്നിൽ.
കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിന്റെയും കോമ്പൗണ്ട് പോലെയല്ല കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ കോമ്പൗണ്ട്. മനോഹരമായ ഉദ്യാനത്തിൽ പണിത് സ്ഥാപിച്ചിരിക്കുന്ന മഹാന്മാരുടെ പ്രതിമകൾ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും എല്ലാം ഇവിടെയുണ്ട്. സ്കൂളിലെ ചിത്രകല അധ്യാപകൻ രാജേഷ് കുമാർ കെവിയുടെ കരവിരുതിൽ പിറന്നവയാണ് ഈ പ്രതിമകൾ. കേരളത്തിൽ തന്നെ ആദ്യമായാണ് സ്കൂൾ വളപ്പിൽ കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം മുതൽ ആരംഭിച്ചതാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ നിർമ്മിക്കാൻ. കോൺക്രീറ്റിലാണ് നിർമ്മാണം. കുട്ടികളെ മഹാന്മാരുടെ ഓർമ്മപ്പെടുത്തലിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത്തരമൊരു ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് രാജേഷ് കുമാർ പറയുന്നു. ആശയം എന്ന് പറയുന്നത് സ്കൂളിൽ ഇത്തരത്തിലുള്ള നമ്മുടെ മഹാന്മാരുടെ, കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് ഇവരുടെയൊക്കെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. പലരുടെയും രൂപം പോലും കുട്ടികൾ മറന്നു തുടങ്ങി. അപ്പോൾ അത് ഒരു ഓർമ്മപ്പെടുത്തുക. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു ഇത് രാവിലെ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു സ്കൂളിന്റെ ഒരു ആംബിയൻസ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടിയാണ്. കാരണം കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഈ വയലൻസ് ഒഴിഞ്ഞു പോവുക, പിന്നെ ഇന്നത്തെ തലമുറയിലുള്ള ലഹരി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം മഹാന്മാരെ ദിവസവും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് പതിയും. അവരുടെ രൂപം മാത്രമല്ല, അവരുടെ ആശയവും അവരുടെ ആ മാനവിക ബോധവും മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് പതിയും ചെയ്യും. അതൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. കൂടാതെ ചിത്രങ്ങളും ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത്. ആത്മാർത്ഥതയോടെയാണ് രാജേഷ് സാർ ജോലി ചെയ്യുന്നതെന്ന് കുട്ടികളും പറയുന്നു. ഈ രാഷ്ട്രപിതാവിന്റെ പ്രതിമയാണ് സാറ് കഴിഞ്ഞ വെക്കേഷന് കംപ്ലീറ്റ് ആക്കിയത്. ഇതിന്റെ തുടക്കം 4 മാസത്തോളം നല്ല പണിയുണ്ടായിരുന്നു. അത് കുട്ടികളുടെ സഹായത്തോടെ തന്നെ സാറ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വെക്കേഷൻ സമയത്ത് സാറ് വീട്ടിൽ പോലും പോവാതെ സാർ ഇവിടെ ഇരുന്ന് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. സാറിന് വർക്കിനോട് നല്ല ആത്മാർത്ഥയാണ് സാർ എപ്പോഴും കാണിക്കുന്നത്. സാർ നല്ല ക്രിയേറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുന്ന ഒരു സാറാണ് രാജേഷ് സാറ്. സാറിന്റെ വർക്ക്സ് എല്ലാം എപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. പിള്ളേർക്കൊരു പ്രചോദനമായിട്ട് അത് പോകുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയും കോമ്പൗണ്ടിൽ പൂർത്തിയായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ജനറൽ ആശുപത്രിക്ക് ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പ അവാർഡ്. കമന്റേഷൻ അവാർഡിൽ കേരളത്തിൽ നിന്നും 4ാം സ്ഥാനവും പാലാ ജനറൽ ആശുപത്രി കരസ്ഥമാക്കി. 2025 ആരോഗ്യ വകുപ്പിന്റെ സംസ്ഥാന കായകൽപ്പ അവാർഡിൽ പാല കെ മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി കോട്ടയം ജില്ലയിൽ 1ാം സ്ഥാനവും കമന്റേഷൻ അവാർഡിൽ കേരളത്തിലെ 4ാം സ്ഥാനവും കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം കമന്റേഷൻ അവാർഡ് കരസ്ഥമാക്കിയ പാലാ ജനറൽ ആശുപത്രി ഇപ്രാവശ്യം വളരെ ഉയർന്ന ഗ്രേഡോടെ കോട്ടയം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക ജനറൽ ഹോസ്പിറ്റലായി. അഭിമാനകരമായ നേട്ടമാണ് ആശുപത്രി നേടിയിരിക്കുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നഗരസഭാധ്യക്ഷൻ തോമസ് പീറ്ററും സൂപ്രണ്ട് ടി.പി. അഭിലാഷും പറഞ്ഞു. നിരവധിയായ ഘടകങ്ങൾ പരിശോധിച്ചാണ് അവാർഡിന് പരിഗണിച്ചത്. ആശുപത്രിയിലെ വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെയും ഡോക്ടർമാരുടെയും മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണിതെന്ന് അവർ പറഞ്ഞു. വലിയ രോഗീ സൗഹൃദ വികസന പദ്ധതികളാണ് ഈ വർഷം നടപ്പാക്കുന്നതെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിനുള്ള അരിവിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി. കോട്ടയം FCIയിലേക്ക് AIYFന്റെ പ്രതിഷേധ മാർച്ച്. ചിറക്കടവ് പഞ്ചായത്തിന്റെ കാതൽ പ്രാതൽ 3ാം വർഷം. കുഞ്ഞുങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണത്തിന് തുടക്കം. പോഷകാഹാര പദ്ധതി തുടങ്ങിയത് തെക്കേത്തുകവല ഗവൺമെന്റ് സ്കൂളിൽ. ഭരണങ്ങാനം ഒരുങ്ങി. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഈ മാസം 19-ന് കൊടിയേറും. ആയിരങ്ങൾ ഇനി ഭരണങ്ങാനത്തേക്ക്. മേരടം പഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതി. വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ പ്രസിഡന്റിന്റെ പേരിലും പണം തട്ടിയെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.